ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും ഫസ്റ്റ് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പാട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു 4 മുതൽ 5 വിസിൽ വരെ കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും. എൻ്റെ കുക്കറിൽ 5 വിസിലാണ് എനിക്ക് ആവശ്യം വരാറ്. നന്നായി വെന്ത് കിട്ടണം. വെന്ത് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് വേവിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി വേണം കേട്ടോ. അതും ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് നമുക്ക് നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് കളർ മാറി തുടങ്ങണ വരെ നമുക്കിതൊന്ന് വഴറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കാറുണ്ട്. അത് ഓപ്ഷണലാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. അതുപോലെ നമ്മൾ മസാലകൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ വെജിറ്റേറിയൻസിന് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു തവി വെച്ചിട്ട് തന്നെ നമുക്ക് പതുക്കെ പതുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടച്ച് കളയണ്ട, പക്ഷേ കുറേശ്ശെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മസാലയിലേക്കുള്ള ഉപ്പ് നോക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഉടയ്ക്കുക, ബാക്കിയുള്ളത് നമ്മൾ ഉടയ്ക്കാതെ തന്നെ വിടുക. അപ്പോഴാണ് നമുക്കത് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. നന്നായി വേവണം പൊട്ടറ്റോയും ക്യാരറ്റും. നെക്സ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതും കൂടി വരുമ്പോഴൊരു നല്ല ഫ്ലേവറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശപ്പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡ് നമുക്ക് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി മറിച്ചിടാം. ഞാൻ ദോശമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ചമ്മന്തിയുടെ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം കേട്ടോ. രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും മറിച്ചിട്ടിട്ടാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ മടക്കി വയ്ക്കാം. ഇപ്പം അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ദോശ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ മസാല ദോശയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സാമ്പാറും നമ്മുടെ കോക്കനട്ട് ചട്നിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്